പ്രാർത്ഥിക്കുമ്പോൾ ചക്ക കാണുന്ന പാച്ചറും സഭകളും. പ്രാർത്ഥിക്കുവാൻ കണ്ണുകൾ അടച്ചു കഴിയുമ്പോൾ ചക്ക കാണുന്ന പൈശാചികദാസന്മാരും ജവാപിതാക്കന്മാരും. ആത്മീയ നൽവരങ്ങൾ പ്രാപിച്ചവർക്ക് മാത്രം സിദ്ധിച്ച അകക്കണ്ണുള്ളവർക്ക് മാത്രം കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ചയാണത്രേ അത്. ഇന്ന് ഏത് സാമൂഹിക വിരുദ്ധനും തൊട്ടിച്ചാടിക്കും തുടങ്ങുവാൻ പറ്റുന്ന കച്ചവടം ഏതാണെന്ന് ചോദിച്ചാൽ സംശയലേശമേ പറയാം ചവ എന്ന്. ചവകൾക്ക് ഇവന്മാർ കൊടുക്കുന്ന നിർവചനങ്ങൾ പലതാണ്. പന്തളത്ത് വട്ടുസോഡ കച്ചവടവും വീടുകൾ തോറും പാവാട ഇൻസ്റ്റാൾമെൻ്റായി കച്ചവടം അടിച്ചു നടന്ന താരു കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് എന്താണെന്നും ആ കാണുന്ന സാധനത്തിൻ്റെ വേദശാസ്ത്രപരമായ പൊരുളെന്താണെന്നും ഒന്ന് പെട്ടെന്ന് കണ്ടെച്ചും വരാം. അതുപോലെ പേര് പോലെ തന്നെ സ്വഭാവമുള്ള വട്ടായിപ്പാതിരിയുടെ സഭയോടുള്ള കാഴ്ചപ്പാടും നമുക്കൊന്ന് ശീഘ്രം കണ്ട് മടങ്ങി വരാം. ഇത് പ്രസംഗത്തിന്റെ വേദിയാകാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. സഭ സൂപ്പർ നാച്ചുറൽ ആണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചക്ക കണ്ടു. ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ചക്കയൊക്കെ കണ്ടു. ചക്ക കണ്ടതല്ലവേ, ദൈവം നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുക. അടുത്തിരിക്കുന്നവരോട് പറ, ചക്കയല്ലത്, ദൈവം നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുക. കർത്താവേ, എന്താ ഈ ചക്ക എന്ന് ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ എന്താണ് ആ ചക്ക എന്ന് ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ ചക്ക കണ്ടാൽ നമ്മൾ നേരെ പറയും, പാസ്റ്റേ ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചക്ക കണ്ടു. പാസ്റ്റർ പറ, എന്താ ചക്ക? എടയുവേ, എന്നോട് പറയാനല്ല ചക്ക, നീ കർത്താവിനോട് ചോദിച്ചേ. ആ നിമിഷം മുതൽ കൂട്ടായ്മ ആരംഭിക്കാനാണ് ദൈവം നിനക്ക് ആ വിഷൻ തന്നത്. ഞാൻ പണിയും, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. അപ്പൊ നമ്മൾ സഭയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ വികാരിച്ചനല്ല ഉപേക്ഷിക്കുന്നത്. സഭയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ബിഷപ്പിനെ അല്ല ഉപേക്ഷിക്കുന്നത്. സഭയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ മാർപ്പാപ്പനെ അല്ല ഉപേക്ഷിക്കുന്നത്. സഭയെ ഉപേക്ഷിക്കുമ്പോൾ യേശുവിനെയാണ് ഞാനും നിങ്ങളും ഉപേക്ഷിച്ച് പോകണം. കണ്ടല്ലോ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ താരുവിനെ പോലെ വലിയ ചക്ക കാണുന്നവർ രണ്ട് കൈയും പൊക്കി ഒരു ചെറിയ ഹല്ലേലൂയായും വലിയ രണ്ട് സൂത്രവും പറഞ്ഞാട്ടെ. നമുക്ക് ചുറ്റുപാടും ഇപ്പോൾ കാണുന്ന പല രൂപത്തിലും ഭാവത്തിലുമുള്ള പൈശാചിക കൂട്ടായ്മകളെ സഭകൾ എന്ന് വിളിക്കുവാൻ സാധിക്കുമോ? വചനപ്രകാരം എന്താണ് സഭകൾ എന്ന് ശ്രീ റോണി വിശദമാക്കുന്നു. സശ്രദ്ധം കേട്ടാലും. നേരെ ചൊവ്വെ നോക്കി നടന്നില്ലെങ്കിൽ ക്രിസ്തീയ സഭകളിൽ തട്ടിവീഴുന്ന അവസ്ഥയാണ് ഇന്ന് ക്രിസ്ത്യാനികൾക്കുള്ളത്. കാരണം അത്രയ്ക്ക് സഭകളാണ് ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളത്. എങ്ങോട്ട് തിരിഞ്ഞാലും സഭകളാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ വായു ഇല്ലാതെ ജീവിച്ചാലും സഭ ഇല്ലാതെ ജീവിക്കില്ല. പ്രത്യേകിച്ച് ഒരു ദിവസം 100 സഭകൾ വെച്ചാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അതിലിപ്പോൾ ഗുണ്ടാ സഭകൾക്കാണ് മാർക്കറ്റ് കൂടുതൽ. എല്ലാം ഒരു മതവും സഭയും സ്ഥാപിക്കാത്ത ക്രിസ്തുവിൻ്റെ പേരിലാണെന്ന് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും വലിയ രസം. 99% ക്രിസ്ത്യാനികൾ ഏതെങ്കിലുമൊക്കെ സഭയുടെ അംഗങ്ങളായിരിക്കും. അവരോട് നിങ്ങൾ എന്തിനാണ് ഈ പൈശാചിക സഭകളിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ പലരും ചൂടെണ്ണയിൽ പൊട്ടിക്കുതിർന്നു വരുന്ന പപ്പടം പോലെ 2 കണ്ണുകളും ഉരുട്ടിത്തള്ളി പുറത്തോട്ട് വരുത്തുന്നത് കാണാം. സഭ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ന്യൂജൻ പാസ്റ്ററായ താരുവിനോട് ചോദിച്ചാൽ താരു പറയും, സഭകൾ എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറലാണ്. തൻ്റെ സഭ സൂപ്പർ നാച്ചുറലാണ്. ഈ സഭകളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ചക്ക കണ്ടാൽ അതാണ് കൂട്ടായ്മയുടെ അടയാളം എന്നാണ് ഇവൻ പറയുന്നത്. ഇനിയും ഇവൻ്റെ സൂപ്പർ നാച്ചുറൽ സഭകളിൽ ഉള്ളവരാരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പടവലങ്ങായും വഴുതനങ്ങായുമാണ് കാണുന്നതെങ്കിൽ അത് എന്തിൻ്റെ അടയാളമാണ് എന്നുള്ളത് അവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ താരുവിൻ്റെ അഭിപ്രായത്തിൽ സഭ എന്ന് പറയുന്നത് ഒരു പച്ചക്കറി കട പോലെയാണ്. എന്നാൽ ഇതേ ചോദ്യം വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പൈതൃകം പേറുന്നു എന്ന് അവകാശപ്പെടുന്ന സേവ്യർ ഖാൻ വട്ടായിപ്പാതിരിയോട് ചോദിച്ചാൽ പാതിരി പറയും, തൻ്റെ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവും സഭ ഉപേക്ഷിച്ച് പോകുന്നത് ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ആണ് എന്നുള്ളതാണ്. സഭ ഉപേക്ഷിക്കുമ്പോൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറയുന്ന ഈ വട്ടായിപ്പാതിരിയോട് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് ക്രിസ്തു പള്ളികളും സഭകളും സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ഈ വട്ടായിപ്പാതിരിക്ക് തീർത്തും വട്ടായിപ്പോകും. ഇന്ന് സഭ എന്ന് പറയുന്നത് ക്രിസ്തു ആണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു ഗുണം ആ സഭയ്ക്ക് കാണേണ്ടതല്ലേ? ഇന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള സഭ ഏതാണ്? ഞാൻ കണ്ടിട്ടില്ല. ക്രിസ്തുവിൻ്റെ പേരുണ്ടെങ്കിലും പുറത്തു വരുന്ന പിശാചിൻ്റെ സ്വഭാവങ്ങളാണ്. എങ്ങനെ ഇത്രയും സഭകളുണ്ടായി? ഏതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായി?
ഒരു ക്രിസ്തുവും ഒരു കോടി സഭയും പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചില്ല, ഒരു സഭ സ്ഥാപിച്ചില്ല, ഒരു ചർച്ച് പണിതില്ല. പക്ഷേ ക്രിസ്ത്യാനിക്ക് ക്രിസ്തു മതവുമുണ്ട്, ഒരു കോടി സഭയുമുണ്ട്, ലക്ഷക്കണക്കിന് പള്ളികളുമുണ്ട്. ഇതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം ദൈവരാജ്യ സുവിശേഷീകരണമാണോ അതോ സ്വയം വികസനമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ചിലരോട് അവരുടെ സഭയെപ്പറ്റി ചോദിക്കുമ്പോൾ മാർഗം കൂടിയ നമ്പൂതിരിമാർ തൊട്ടുള്ള കഥകളുടെ ഭാണ്ഡക്കെട്ട് അഴിച്ചിടുന്നത് കാണാം. ഞാൻ കത്തോലിക്കലാണോ എന്ന് പറയുമ്പോൾ ഏത് കത്തോലിക്കനാണെന്ന് എടുത്തു ചോദിക്കണം. ഈ കത്തോലിക്കന്മാർ തന്നെയുണ്ട് പലതരം. പിന്നെ വരുന്നുണ്ട് കനാനായക്കാർ, ഓർത്തഡോക്സുകാർ, യാക്കോബക്കാർ, മർത്തോമക്കാർ, CSI, ഇവാഞ്ചലിക്കൽ, അങ്ങനെ കുറേ എണ്ണം വിട്ടുപോയിട്ടുമുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുക. അങ്ങനെ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ വളരെയധികം നീണ്ടു പോകുന്നതാണ് കുപ്പായമിട്ട പാദ്രിമാരുടെ ഈ സഭകൾ. പിന്നെ വരുന്നവരാണ് ഈ പൗരോഹിത്യ കുപ്പായം ഊരിപ്പോയി പുരോഹിതന്മാർ നിന്നുപോയി എന്ന് പറഞ്ഞ അവകാശവാദവുമായി ഇറങ്ങി വരുന്ന മൂക്കിന് താഴെ രോമം പഠിച്ച നീളത്തിലുള്ള ജുബ്ബയും കോട്ടുവിട്ട പാസ്റ്റർമാരും ശുഭ്രവസ്ത്രധാരികളായ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന പെന്തക്കോസ്ത് സഭ. സഭയെപ്പറ്റി പറയുകയാണെങ്കിൽ കെട്ടഴിഞ്ഞു പോയ നെല്ലിക്ക ചാക്ക് പോലെ ഇഷ്ടം പോലെ സഭകളാണ് ഇതിൽ തന്നെയുള്ളത്. ഇവിടെയാണെങ്കിൽ വാളെടുക്കുന്നവൻ വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകം എടുക്കുന്ന എല്ലാവന്മാരും പാസ്റ്റർമാരാണ്. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ ആത്മീയ പോരാട്ടങ്ങൾ നടക്കുന്നത് ഈ സഭകൾ തമ്മിലാണ് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. സഭകളൊക്കെ എന്തു മാറ്റം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ ക്രിസ്ത്യാനിയോട് ഏത് ഡിനോമിനേഷൻ ആണെന്ന് ചോദിക്കാമായിരുന്നു. ഇപ്പോൾ അത് മാറ്റി ഏത് ഡെവിലോമിനേഷൻ ആണെന്ന് ചോദിക്കേണ്ടി വരുന്ന മാറ്റമാണ് ഇന്ന് കാണുന്നത്. ഏത് സഭയെടുത്ത് നോക്കിയാലും അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം പണസമ്പാദനം മാത്രമാണ്. അതിനുവേണ്ടി പാരമ്പര്യ സഭകൾ പലതരത്തിലുള്ള ആചാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആചാരങ്ങളെപ്പറ്റി സംസാരിക്കണമെന്നുണ്ട്. അത് മറ്റൊരു അവസരത്തിലാകട്ടെ എന്ന് വയ്ക്കുന്നു. ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സഭയുടെ ജ്വരം പിടിച്ച സഭാ തീവ്രവാദികളോടല്ല, സഭയിൽ അബദ്ധത്തിൽ വന്ന് പെട്ടുപോയ കുഞ്ഞാടുകളോടാണ്. സഭ എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ ഉയർത്തെഴുന്നേൽക്കുന്ന പാരമ്പര്യ അടിമകളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ളത് എനിക്കറിയാം. കാരണം പിതാക്കന്മാരുടെ കാലം തൊട്ടേ ഇവർ സഭയുടെ അടിമകളാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ കാണുന്ന ഒരു സോക്കോൾഡ് സഭയും നിങ്ങൾക്കൊരു സ്വർഗീയ വാസം ഒരുക്കിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ പോക്ക് അത്തരത്തിലാണ്. ഇതിൻ്റെയൊക്കെ ഭരണം നടത്തുന്നത് പിശാചുക്കളാണ്. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് നടന്ന പല സംഭവങ്ങളും വെച്ച് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണല്ലോ നിങ്ങളുടെ സഭ. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സഭാവിശ്വാസിക്ക് തങ്ങളുടെ സഭയിൽ എന്തെങ്കിലും വോയിസ് ഉണ്ടോ? അവൻ്റെ അഭിപ്രായത്തിന് സഭയ്ക്ക് എന്തെങ്കിലും പരിഗണനയുണ്ടോ? അവനെ ആരെങ്കിലും സഭയിൽ പരിഗണിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? പക്ഷെ അവൻ്റെ കാശ് വേണം. പല സഭക്കാരും തങ്ങളുടെ മാസത്തിൽ കൊടുക്കാനായിട്ടുള്ള പൈസ കൊടുത്തില്ലെങ്കിൽ ശവമടക്കും കല്യാണം വരുമ്പോഴാണ് പാതിരിമാർ ഭീഷണിയുമായി ഇറങ്ങുന്നത്. പള്ളിക്കുടിശ്ശിക കൊടുക്കാതെ ശവമടക്ക ശുശ്രൂഷ നടത്താതെ ഭീഷണിപ്പെടുത്തുന്ന കാശ് മേടിക്കുന്ന എത്രയോ പാതിരിമാരുണ്ട്. ഈ കാര്യത്തിൽ പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഭേദമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവന്മാർ ഈ ദശാംശം പിടിച്ചു പറിച്ച് കൊലയോട് കൊണ്ടുപോകുന്നത് കൊണ്ട് ശവമടക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കും സംഭാവന മേടിക്കാനായിട്ട്. ഇന്ന് പാരമ്പര്യ അവകാശവാദങ്ങൾ പറയുന്ന ഏത് സഭയ്ക്കും അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആദിമസഭയാണ്. ആ സഭ എന്തായിരുന്നു എന്നറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അതിൻ്റെ 45-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പറയുന്നു: സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുവകകളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. അതായത് ആദിമസഭയ്ക്ക് ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ളൊരു വേർതിരിവില്ലായിരുന്നു. ഉള്ളതെല്ലാം വിറ്റ് അവരവർക്ക് ആവശ്യമുള്ളതൊക്കെയും പങ്കിട്ടെടുത്തു. അങ്ങനെ നമുക്ക് ഈ വിശ്വാസികളുടെ കൂട്ടത്തെ സഭ എന്ന് വിളിക്കാം. അല്ലാതെ ഈ താരുവിൻ്റെ സഭ പോലെ ചക്ക കാണുമ്പോൾ കൂട്ടായ്മ ആചരിക്കുന്നവരല്ലായിരുന്നു അവർ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ആദിമസഭയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളുടെ സഭയിൽ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഒരു വേർതിരിവുണ്ടോ ഇല്ലയോ? നിങ്ങൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കള്ളം പറയുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സഭയ്ക്ക് ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ കഷ്ടതകളുടെയും യാതനകളുടെയും നടുവിൽ ഓടിത്തളർന്ന് വീഴുന്നവരെ കൈപിടിച്ച് താങ്ങാൻ ഒരു കൈത്താങ്ങൽ കൊടുക്കുന്ന സഭകൾ എത്ര എണ്ണമുണ്ട്. മിക്കവാറും എല്ലാ സഭകൾക്കും സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, പലതരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സഭാ വിഭാഗത്തിൽപ്പെടുന്നവരോടുമാണ് എൻ്റെ ഒരു ചോദ്യം. നിങ്ങളുടെ സ്വന്തം സഭകളിൽ സാമ്പത്തിക ശേഷിയില്ലാത്ത നിങ്ങളുടെ സഭകളിൽ, അതായത് നിങ്ങളുടെ സ്വന്തം സഭകളിൽ പെടുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്ന, മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ നോക്കണ്ട. സാമ്പത്തിക ശേഷിയില്ലാത്ത
നിങ്ങളുടെ സഭയിൽപ്പെടുന്ന എത്ര കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സഭയുടെ സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്? അതുപോലെ തന്നെ നിങ്ങളുടെ സഭകളിൽപ്പെടുന്ന ആശുപത്രികളിൽ നിങ്ങളുടെ സഭയിൽ രോഗികളായിട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ കിടക്കുന്ന എത്ര രോഗികൾക്ക് നിങ്ങൾ സൗജന്യമായിട്ട് ചികിത്സ നൽകുന്നുണ്ട്? നിങ്ങളുടെ സഭകളിൽ തന്നെ പെട്ട വിദ്യാഭ്യാസ സമ്പന്നരായ കൈക്കൂലി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത എത്ര ആളുകൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോലി കൊടുക്കുന്നുണ്ട്? ചില പെൺകുട്ടികളൊക്കെ തങ്ങളുടെ സഭയുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ലോഹയിട്ട പാദ്രിമാർ പറയും, ഞങ്ങൾ ജോലി കൊടുക്കാം, ആദ്യം 5 വർഷത്തെ ശമ്പളമില്ലാത്ത സേവന ശുശ്രൂഷ ചെയ്യണം, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ കൂടെ കിടപ്പ് ശുശ്രൂഷ ചെയ്തു കൊടുക്കണം. നിന്നെ പോലുള്ള പാതിരി കള്ളന്മാരെ നടുറോഡിലിട്ട് വിചാരണ ചെയ്യേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു. എനിക്ക് ഈ സഭകളിലൊക്കെ പെട്ടുകിടക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള കുഞ്ഞാടുകളോടാണ് പറയാനുള്ളത്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കയ്യിലേക്ക് കാശ് കൊടുത്ത് ഈ പാതിരി കള്ളന്മാരെയും പാസ്റ്റർ കള്ളന്മാരെയും വളർത്തുന്നത്? ഇവന്മാർ സ്വയം പരിചയപ്പെടുത്തുമ്പോഴോ പറയുന്നത് എന്താണ്? ശുശ്രൂഷകൻ. ഇവൻ ആർക്കാണ് ശുശ്രൂഷ ചെയ്യുന്നത്? നിങ്ങളല്ലേ ഇവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്നത്? നിങ്ങളുടെയൊക്കെ കയ്യിലേക്ക് കാശ് കൊടുത്തിട്ടാണോ ഇവനെയൊക്കെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ കള്ളൻ പറയുന്നത് കേട്ടു, പൊരുതി പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ഫീസാണെന്ന്. ഇവൻ്റെയൊക്കെ ഒരു വില പട്ടിക കഴുത്തിൽ തൂക്കിയിട്ടിരുന്നാൽ മറ്റുള്ളവർക്ക് കുറച്ചുകൂടി ഉപകാരമായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റർമാർക്കാണോ അല്ലെങ്കിൽ പാതിരിമാർക്കാണോ ശുശ്രൂഷ ചെയ്യുന്നത്? അവർ നിങ്ങൾക്കാണോ ശുശ്രൂഷ ചെയ്യുന്നത്? നിങ്ങളുടെ സഭയിലെ പിതാക്കന്മാർ എന്ന് പറയുന്നവർ, ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെയും ഭൂമിയിൽ പിതാവെന്ന് വിളിക്കരുത്, നിങ്ങൾക്കൊരു പിതാവുണ്ട്, സ്വർഗസ്ഥനായവൻ. എങ്കിലും മണ്ടന്മാരായ വിശ്വാസികൾ സ്വർഗസ്ഥനായ പിതാവിനോട് ബഹുമാനവും ഭക്തിയും ഇല്ലാതെ ഭൂമിയിലുള്ള പാപികളായ കുറെ എണ്ണത്തിനെ പിതാവേ, തിരുമേനി എന്നൊക്കെ വിളിച്ചാണ് പുറകെ നടക്കുന്നത്. ഈ പൗരോഹിത്യമില്ലാത്ത മറ്റു സഭകളിൽ നിങ്ങളുടെ സെൻട്രൽ പാസ്റ്റർമാർ ഉൾപ്പെടെ അങ്ങനെ മേലോട്ടിരിക്കുന്നവന്മാർ, ഈ വില കൂടിയ പാസ്റ്റർമാർ അല്ലെങ്കിൽ വില കൂടിയ തിരുമേനിമാർ, ഇവരാരെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കല്യാണത്തിനോ മരണത്തിനോ പോയി കണ്ടിട്ടുണ്ടോ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവനെയൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ പ്രത്യേക ഫീസ് കൊടുക്കണം എന്നുള്ളതാണ്. അതിൽ തീർത്തും പാവപ്പെട്ടവരായിട്ടുള്ളവരുടെ വീട്ടിൽ ഫീസ് അടച്ചാൽ ഇവന്മാർ വരില്ല. ഇവന്മാരുടെ സ്റ്റാറ്റസ് അത്രയ്ക്ക് വലുതാണ്. എന്നിട്ടാണ് ശുശ്രൂഷകൻ എന്നുള്ള പേരും. സത്യത്തിൽ ഇവന്മാരെ കൊണ്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളത്? ഇനിയെങ്കിലും നിങ്ങൾ ഈ ഡെവിലോമിനേഷനിൽ നിന്ന് പുറത്തു വരണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഏറ്റവും വിശുദ്ധ ആലയം നമ്മുടെ ശരീരങ്ങളാണ്. നമ്മൾ തന്നെയാണ് പുരോഹിതന്മാരും ശുശ്രൂഷകന്മാരും. ഇവിടെ തിരുവസ്ത്രമിട്ടും കോട്ടുമിട്ടും കൊള്ളയടിക്കാൻ നടക്കുന്നവർക്ക് യാതൊരു സ്ഥാനവുമില്ല. യഥാർത്ഥത്തിൽ വിശുദ്ധ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നാമും ക്രിസ്തുവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. കാശുണ്ടാക്കുവാനായിട്ട് കുറേ കള്ളന്മാർ പലതരത്തിലുള്ള തട്ടിപ്പുകൾ കൊണ്ടുവന്ന്, പലതരത്തിലുള്ള ആചാരങ്ങൾ കൊണ്ടുവന്ന്, പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ ഒരു മതമാക്കി മാറ്റി. ഇന്ന് ക്രിസ്തുവിനെ ഫോളോ ചെയ്യേണ്ട സ്ഥാനത്ത് എല്ലാവരും അവരുടെ സഭകളെയാണ് ഫോളോ ചെയ്യുന്നത്. വിശ്വാസത്തിലും സ്നേഹത്തിലും അനുസരണത്തിലും ക്രിസ്തുവിനെ പിന്തുടരാനായിട്ട് പഠിപ്പിക്കുന്ന തിരുവചനത്തിനോ ക്രിസ്തുവിനോ യാതൊരു സ്ഥാനവുമില്ല. ഇന്ന് കുറേ പാതിരിമാരും തിരുമേനിമാരും കാശുള്ള പ്രമാണിമാരും തീരുമാനിക്കും, ബാക്കിയുള്ളവന്മാർ അത് അനുസരിച്ചോണം. അതാണ് ഇന്ന് ഈ സഭകളിലൊക്കെ നടക്കുന്നത്. മർക്കോസ് 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞു മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളല്ല നിങ്ങൾ സഭയുടെ മനുഷ്യനും ഉണ്ടാക്കി വച്ചിരിക്കുന്ന സമ്പ്രദായങ്ങൾക്കൊപ്പമാണ് നിങ്ങൾ പ്രാധാന്യം നൽകി നടക്കുന്നത്. ഇതുപോലെയുള്ള പാരമ്പര്യ പൈശാചിക സഭകളുടെയും ഇപ്പോഴത്തെ ന്യൂജൻ സഭകളുടെ അടിമച്ചങ്ങല പൊളിയുന്നിടത്ത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജനനം നടക്കുന്നു. ഇന്ന് എല്ലാ സഭകളും കൂടി ക്രിസ്തുവിനെ വിഭാഗിച്ച് അവസാനം ക്രിസ്തുവില്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു, ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? ഇന്ന് ഒരേ വിശ്വാസവും ഒരേ മനസ്സുമായിരുന്നുവെങ്കിൽ 1000 സഭകൾ ഇങ്ങനെ പൊട്ടിമുളച്ചുണ്ടാകില്ലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ
ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഇന്ന് ഈ യൂണിറ്റി എവിടെയാണ് നിങ്ങളുടെ സഭയിൽ നടക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇന്ന് ഭിന്നതയില്ലാത്ത ഏക അഭിപ്രായമുള്ള ഏക മനസ്സുള്ള സഭയാണോ നിങ്ങളുടേത്? ഈ സഭയുടെ അടിമത്തത്തിലായിരിക്കുന്ന പല ആചാരങ്ങളുടെയും പേരിലാണ്. അതായത് വിവാഹ ശുശ്രൂഷ വേണം, ശവമടക്ക ശുശ്രൂഷ കിട്ടണം, ഞായറാഴ്ചകളിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ഇതുപോലെയുള്ള ആചാരങ്ങളാണ് നിങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ആചാരങ്ങൾക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പ്രാധാന്യമാണ് എന്നുള്ളത് അടുത്തൊരവസരത്തിൽ സംസാരിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.